എല്ലാവർക്കും നമസ്കാരം. RRB NTPC പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള മാത്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന പാറ്റേണിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യം പഠിച്ചാൽ അതിനോടനുബന്ധിതമായ ഫാക്റ്റുകൾ ഉൾപ്പെടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം പഠിക്കുക എന്നുള്ളതല്ല, ആ ചോദ്യത്തിലൂടെ കൺസെപ്റ്റുകൾ പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനോടനുബന്ധിതമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ചോദ്യത്തിലൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന ചോദ്യമായിരിക്കും. അതായത് പല പല ടോപ്പിക്കുകളിൽ ഉൾപ്പെടുന്ന ചോദ്യമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവാം, പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം, LCM HCF ആയിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളുണ്ടാവാം, നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാവാം. അപ്പോൾ ഓരോരോ ഏരിയാസ് ഒന്ന് പരിചയപ്പെടാനും എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് NTPCക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളത് എന്ന് അറിയാനുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ കറക്റ്റായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, വളരെ പ്രാധാന്യാർഹിതമായ ചോദ്യം ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം ഒരല്പം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ ചോദ്യങ്ങളും ഉണ്ട്. എങ്കിൽ പോലും കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൽ തന്നെ പലരും വിട്ടുപോകുന്ന സാധനം ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും രണ്ട് ടോപ്പിക്കായിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഇത് ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട പ്രസക്തി വളരെ വലുതാണ്. കാരണം ഇത് അങ്ങനെ ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 വർഷത്തേക്ക് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചോദ്യത്തിൽ അവരെന്താണ് പറയുന്നത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് എമൗണ്ട് ഫോർ 2 years ഈസ് 10% പെർ ആനം. PA എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കണം? പെർ ആനം, അതായത് വാർഷികം, അത് ഒരു വർഷത്തേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഈസ് 500. അപ്പം നമുക്കൊരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 500 രൂപയാണ്. അപ്പം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമ്മുടെ മനസ്സിലേക്ക് വരണം. PRT ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 500. ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് PRT ഡിവൈഡഡ് ബൈ 100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് നമ്മൾ കുറച്ച് പണം കൊണ്ടിടുകയാണ്. ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറയും. നമ്മൾ കൊണ്ടിടുന്ന പൈസയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പലിശ ഉൾപ്പെടെ കുറച്ചുകൂടെ കൂടിയ ഒരു എമൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ആ P എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് കടമായിട്ട് എടുക്കുന്ന പൈസയും നമുക്ക് എന്തായിട്ട് എടുക്കാം? പ്രിൻസിപ്പളായിട്ട് എടുക്കാം. അപ്പം നമ്മൾ അതിൻ്റെ പലിശ ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടി വരും. ശരിയല്ലേ? ആ തിരിച്ചടയ്ക്കുന്നത് ഫൈനൽ എമൗണ്ട് എന്ന് വിളിക്കും. ഇവിടെ P എന്ന് പറയുന്നത് ഇനിഷ്യൽ എമൗണ്ട്, അതായത് തുടക്കത്തിലുള്ള പൈസ, അതാണ് P എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് പലിശ നിരക്ക് നമ്മൾ മലയാളത്തിൽ പറയും. എത്ര ശതമാനം പലിശയ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. T എന്ന് പറയുന്നത് എന്താണ്? സമയം, എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് വാർഷികമായി തന്നെ ചെയ്യണമെന്നില്ല. ക്വാർട്ടർലി ചെയ്യാം, അർദ്ധവാർഷികമായിട്ട് നമുക്ക് ഹാഫ് ഇയർലി നമുക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിലുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 years എന്ന് പറയുന്നുണ്ട്. അപ്പൊ T എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി 10% പെർ ആനം എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് തരുമ്പോൾ തന്നെ ആലോചിക്കുക അതെന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% പെർ ആനം ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്ന് കണ്ടുപിടിച്ചേ. P ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 10, സമയം 2 വർഷം, ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു എന്താണ്? 500. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇവിടെ ഞാനൊരു 0 തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇവിടെ 2ഉം 10ഉം തമ്മിൽ വെട്ടിയാൽ 5 വരും. ഈ 5 താണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 5 25, 2 0 ഉണ്ട്. ഇപ്പൊ 2500 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ. ഇതേ 2500 രൂപ, ഇതേ പ്രിൻസിപ്പൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൺ ദ സെയിം സം, അതായത് അതേ പൈസ തന്നെ അറ്റ് ദ സെയിം ടൈം, അതേ വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്
നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, സെയിം സമ്മ് സെയിം ടൈം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് A = P × 1 + R / 100 എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നും ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മുടെ പ്രിൻസിപ്പിൾ ആദ്യമേ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എത്ര രൂപയാണ്? 2500 രൂപ അല്ലേ? 2500 രൂപ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷ പലിശ എത്ര കിട്ടുമെന്ന് നോക്കുക. 2500ന്റെ 10%, 10% പെർ ആനം ആണല്ലോ. 2500ന്റെ 10% എന്ന് പറയുമ്പോൾ 10% കണ്ടുപിടിക്കാൻ ഒരു 0 കളഞ്ഞാൽ മതി, 250. അടുത്ത വർഷവും എന്ത് കിട്ടും? ഇതേ 250 രൂപ കിട്ടും. പക്ഷെ കൂട്ടുപലിശയ്ക്ക്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, പലിശയ്ക്കും പലിശ കിട്ടും. ശരിയല്ലേ? ഈ 250ന്റെ ഒരു 10% കൂടെ നമുക്ക് രണ്ടാമത്തെ വർഷത്തിലോട്ട് കിട്ടും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. ശരിയാണല്ലോ? 250ന്റെ 10%, 0 ഒഴിവാക്കി എത്രയാണ്? ബാക്കി 25. ഈ റൗണ്ടിൽ കിടക്കുന്ന ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. 250, 500, 500, 25, 525. 525 ആണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലേക്ക് എടുക്കണം. PRT/100. ചില ടെക്സ്റ്റുകൾ പരിശോധിക്കുകയാണ് PNR/100 എന്നുള്ള ഇക്വേഷനും കാണാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. P എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറയുന്നത് ടൈം പീരീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയോളൂ. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 12% ഓഫ് 2400? 2400ന്റെ 12%. 12% ഓഫ് 2400 എന്ന് പറഞ്ഞാൽ 12 × 2400 പെർസെൻറ്റേജിനെ സംഖ്യയാക്കി മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. ഇതിന്റെ കൂടെ എന്ത് കൂട്ടണം? കൂട്ടേണ്ട സാധനം ഞാൻ X ആയിട്ട് എടുത്തു. സോ ദാറ്റ് ദ സം ഈസ് ഈക്വൽ ടു, ഇത് കൂട്ടിക്കിട്ടുന്ന സാധനം എന്താണ്? 18%. അപ്പൊ 18 × 5400 ഡിവൈഡഡ് ബൈ 100. 5400ന്റെ 18%. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 0 വെട്ടാം, ഇവിടെ 0 വെട്ടാം, 2 0 2 0 ക്യാൻസൽ. അപ്പൊ അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് എഴുതിയാൽ മതി? 18 × 54 മൈനസ് 12 × 24. ഓക്കെ, ഇനി ഇതേപോലെയുള്ള ഒരു പ്രോഡക്റ്റ് ഡിഫറൻസ് ഒക്കെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാമായ സമയം, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വെച്ചാൽ സമയമാണ്. സമയം ലാഭിക്കുക. അത് ലാഭിക്കാൻ വേണ്ടി ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കാവോ അങ്ങനെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധാരണഗതിയിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റാണിത്. ഒരു പ്രോഡക്റ്റും ഒരു ഡിഫറൻസ് ഒക്കെ ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഒരിക്കലും ചാടിക്കയറി നമ്മൾ സൈഡിൽ പോയി ഒരുപാട് സമയം എടുത്ത് ഗുണിച്ചിട്ട് കുറയ്ക്കാൻ നിൽക്കരുത്. ഒരു ഐഡിയ നമ്മൾ ഉപയോഗിക്കണം. അതിന് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റൈസ്ഡ് തോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷൻസിൽ ഒരു കണ്ണുണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ ഓപ്ഷൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കുക. 2 എണ്ണം സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവൻ 2 ആണ് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ ഭാഗ്യത്തിന് 4 8 ആണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വേണ്ടേ? ഇവിടെ നിന്ന് ഗുണിച്ചേ, ഇത് ഗുണിക്കുമ്പോൾ എന്താണ് വരിക? 1 8 2 16 3 24 4 8 32ന്റെ 2 വരും. ശരിയല്ലേ? ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. സോ 2ൽ നിന്ന് 8 കുറയ്ക്കത്തില്ല. അപ്പോൾ 12ൽ നിന്ന് 8 കുറച്ച് 4 ആണ് നമ്മുടെ ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് വരേണ്ടത്. 4 അവസാനത്തെ ഡിജിറ്റ് വരണമെങ്കിൽ ഓപ്ഷൻ സി 684 തന്നെയാണ് നമ്മുടെ ആൻസർ. കണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയുണ്ടോ? അതായത് ഗുണിച്ച് വെറുതെ സമയം കളയേണ്ട, ഇതേപോലെയുള്ള ഒരുപാട് വഴികളുണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ, കാരണം നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ പൊതുവെ NTPCക്ക് അങ്ങനെ കാണാറില്ല. അതില്ലാത്ത പക്ഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലളിതമായി തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉത്തരത്തിലേക്ക് എത്താൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് ലേഡീസ് ടു ജെൻസ് നമ്പേഴ്സ് ഇൻ എ ക്ലബ് ഈസ് 3:2. അതായത് ലേഡീസ് ഡിവൈഡഡ് ബൈ ജെൻസ് എന്ന് പറയുന്നത് 3:2 ആണ്, 3/2 ആണ്. റീസെൻ്റ്ലി 300 ലേഡീസ് ജോയിൻഡ്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ 3x/2x എന്ന് എടുക്കാം. റീസെൻ്റ്ലി ഒരു 300 ലേഡീസും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം ആ റേഷ്യോ എന്തായി മാറി? 5:2. അതായത് 5/2 ആയിട്ട് മാറി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ എത്ര ലേഡീസ് ഉണ്ട്? 300 x +
3x പ്ലസ് 300 ലേഡീസ് ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എക്സ് എന്താണ് വരിക എന്നുള്ളത് നോക്കി നോക്കാം. 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 2 ഇൻറ്റു 3x പ്ലസ് 300 ഈക്വൽ ടു 2x ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10x. ഓപ്പൺ ചെയ്താൽ 6x രണ്ടുള്ളിലേക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 6x പ്ലസ് 600 ഈക്വൽ ടു 10x. 10x നിന്ന് 6x കുറച്ചാൽ 4x ഈക്വൽ ടു 600. അവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 1 4 4 ശിഷ്ടം 2 20 5 4 20 150. എക്സിന്റെ വില 150 കിട്ടും. അപ്പൊ നിലവിൽ എത്ര ലേഡീസ് ഉണ്ട് ആ ക്ലബിൽ എന്ന് ചോദിച്ചാൽ, നിലവിൽ നമ്മൾ ഈ ന്യൂമറേറ്ററിൽ കാണുന്ന 3x പ്ലസ് 300 ലേഡീസ് ഉണ്ട് അല്ലേ. അപ്പൊ അത് എത്ര ഉണ്ട് നോക്കാം. 3x പ്ലസ് 300 അതായത് 3 ഇൻറ്റു എക്സിന്റെ വില 150 പ്ലസ് 300 ലേഡീസ് ഉണ്ട്. ശരിയാണല്ലോ. 0 3 5 15 5 ശിഷ്ടം 1 3 1 4 450 പ്ലസ് 300 ആണ് ആൻസർ വരിക. 750 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ എ 750 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. നിലവിൽ 750 ലേഡീസ് ആണ് ആ ക്ലബിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണേ. ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Angles of a triangle are 2x degree, 3x minus 8 degree and 5x minus 12 degree. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിലെ ആംഗിളുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രീസ്. അതായത് 2x-ഉം 3x മൈനസ് 8-ഉം 5x മൈനസ് 12-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? 180 ആയിരിക്കും. ശരിയാണല്ലോ. 3x-ഉം 2x-ഉം 5x, 5x-ഉം 5x-ഉം 10x. ഇവിടെ -8-ഉം -12-ഉം -20. -20 അപ്പുറം പോയാൽ 180 പ്ലസ് 20 എത്രയാണ്? 200. ഒരു 0 0 വെട്ടിയാൽ എക്സിന്റെ വില എത്ര കിട്ടും? 20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിലെ ആംഗിളുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. 2 ഇൻറ്റു 20. 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 20 40 ഡിഗ്രി. അടുത്ത 3x മൈനസ് 8. 3 ഇൻറ്റു 20 60. 60-ൽ നിന്ന് 8 കുറച്ചാൽ ബാക്കി 52 ഡിഗ്രി. പിന്നെ വരുന്നത് 5x മൈനസ് 12. 5 ഇൻറ്റു 20 100. 100-ൽ നിന്ന് 12 കുറച്ചാൽ ബാക്കി 88 ഡിഗ്രി. അപ്പം ഇങ്ങനെ 3 ആംഗിൾസ് ആണ് നമുക്ക് കിട്ടുക. ശരിയാണല്ലോ. കൂട്ടത്തിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ആംഗിൾ ഏതാണ് എന്നാണ് നമ്മളോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും വലിയ ആംഗിൾ ആരാണ് കൂട്ടത്തിൽ? 88 ഡിഗ്രിയാണ്. സോ ഓപ്ഷൻ ബി 88 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണല്ലോ. 4ാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ പ്യുവർലി ബോർഡ് മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രസക്തി ആദ്യത്തെ മുൻഗണന, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ മുൻഗണനാ ക്രമമാണ് ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ് ആദ്യം, അതിനുശേഷം ഓഫ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വൈസ് അത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതിനുശേഷം ഡിവിഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡിഷൻ, അതിനുശേഷം സബ്ട്രാക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രഥമ ദൃഷ്ടിയ ആദ്യം ബ്രാക്കറ്റ് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ ബ്രാക്കറ്റ്. അപ്പം 6/5 ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ധൈര്യപൂർവ്വം ഇടുന്നു. ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം. എന്തുവരും? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. 4 ഗുണം 1 4 പ്ലസ് 2 ഗുണം 3 6 ബൈ 3 12 മൈനസ് 5/6. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനം തന്നെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ താഴെ 20 ആണ്. ഇപ്പുറത്ത് നമുക്ക് സിമ്പിളായിട്ട് 20 കൊണ്ടുവരാം. മുകളിലും താഴെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയാണല്ലോ. അപ്പം 23 6 12 6 18 ബൈ താഴെ സെയിം ഡിനോമിനേറ്റർ 20. പിടികിട്ടിയോ? മൈനസ് എന്തുണ്ട്? ഒരു 1/6 കൂടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 6/5 ഇൻറ്റു 6 4 10/12 മൈനസ് 5/6 ഇൻറ്റു 18/20 മൈനസ് 1/6 എന്ന് വരും. ഓക്കെ, സെറ്റ് അല്ലേ? ഇവിടെ നമുക്ക് കട്ട് ചെയ്യാലോ. 6 12 5 10 2 2 തമ്മിൽ വെട്ടാം. അൾട്ടിമേറ്റ്ലി അത് 1 ആയിട്ട് മാറും. ഇവിടെ 3 6 18 I 4 20. ശരിയാണല്ലോ. 3/4 വരും.
മൈനസ് 1/6. ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 4 - 3 1/4 മൈനസ് 1/6. അഗൈൻ ക്രോസ് ചെയ്യാം. 6 - 4/6 24. 2/24 കട്ട് ചെയ്താൽ എന്ത് വരും? 1/12. സോ 1/12 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ, ഫ്രാക്ഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. ബോഡ്മാസ് റൂളിന്റെ പ്രസക്തി വളരെയധികം ഉള്ള ഒരു ചോദ്യമാണ്. ബ്രാക്കറ്റിനെ കുറിച്ച്, ഓഫിനെ കുറിച്ച്, ഡിവിഷനെ കുറിച്ച്, മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അത് അതിൻ്റെതായ മുൻഗണനാ ക്രമത്തിൽ തന്നെ ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രാധാന്യാർഹിതമായ നമ്പർ സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന, തുടർച്ചയായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബോഡ്മാസ് എന്ന് പറയുന്നത്. അവിടുന്ന് 100% ചോദ്യം ഉണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, നമുക്ക് റീസണിങ്ങിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് പ്ലസ് മാറ്റി മൈനസ് ആക്കുക, ഇന്റർചേഞ്ചിങ് ഓഫ് സിമ്പിൾസ്, പ്ലസ് മാറ്റി മൈനസ് ആക്കുക, മൈനസ് മാറ്റി പ്ലസ് ആക്കുക, ഇൻറ്റു മാറ്റി ഡിവിഷൻ ആക്കുക, അത്തരത്തിലുള്ള ആ ഇന്റർചേഞ്ചിങ് നടത്തിയതിനു ശേഷവും ഇതേ മുൻഗണനാ ക്രമം അനുസരിച്ച് തന്നെയാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പം പല പല സ്ഥലങ്ങളിൽ മാത്തമാറ്റിക്സിൽ എല്ലായിടത്തും തന്നെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ വരുന്ന എല്ലാ ചോദ്യങ്ങളിലും പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ബോഡ്മാസ് റൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ട് പോവാം. അടുത്ത എത്രാമത്തെ ചോദ്യമാണ്? നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 6. എ നമ്പർ വാസ് ഇൻക്രീസ്ഡ് ബൈ 40%. ഒരു സംഖ്യ 40% കൂട്ടുന്നു. ആൻഡ് ദിയർ ആഫ്റ്റർ ഡിക്രീസ്ഡ് ബൈ 40%. അതിനുശേഷം 40% കുറയ്ക്കുന്നു. വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച് ഇൻ ദ പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ലളിതമായിട്ടൊരു കാര്യം ഓർത്തിരിക്കുക. ഒരു x% കൂട്ടി ആൻഡ് ഫോളോഡ് ബൈ ഒരു x% കുറച്ച് കഴിഞ്ഞാൽ അത് x²/100% ലോസ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്. പലപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് ഒന്ന് എടുത്തു പറയുന്നത്. ഒരു x% കൂട്ടി x% കുറച്ചാൽ x²/100% ലോസ് ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഇപ്പോഴും ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഉത്തരം ഒരിക്കലും ഇൻക്രീസും നോ ചേഞ്ചും വരില്ല, ഡിക്രീസ് ആയിരിക്കാം ഉത്തരം വരിക. അപ്പം അത് എത്ര ശതമാനമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ പറയുന്നത് 40% കൂട്ടി ആൻഡ് 40% കുറച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? 40% കൂട്ടി 40% കുറച്ചാൽ 40/²/100% ലോസ്, നഷ്ടമായിരിക്കും, ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുക. 40² 16,000/100. സോ 16% ഡിക്രീസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. 16% ഡിക്രീസ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം വരിക. 16% ഡിക്രീസ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 16% ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഒരു സാധനം x% കൂട്ടി x% തന്നെ കുറച്ചാൽ x²/100% ഡിക്രീസ് അല്ലെങ്കിൽ ലോസ് ആണ് സംഭവിക്കുക. ഓക്കെ, ഇത് ഒരേ സംഖ്യകളായതുകൊണ്ടാണ് കേട്ടോ. ഇനി മറ്റൊരു രീതിയിൽ ഒരു a% കൂട്ടി b% കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് a - b - ab/100 ആണ്. ഇവിടെ എക്കും ബിക്കും എക്സ് കൊടുക്കുന്നതാണ്. x - x - x²/100. ആ മൈനസ് ലോസിനെ കാണിക്കുന്നു. ഇപ്പോൾ x²/100 ലോസ് എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരും. ഓക്കെ, അത് 4 കേസുകൾ അറിഞ്ഞിരിക്കണം. a% കൂട്ടി b% കുറയ്ക്കുന്ന കേസ് അറിഞ്ഞിരിക്കണം, a% കൂട്ടി b% കൂട്ടുന്ന കേസ് അറിഞ്ഞിരിക്കണം, a% കുറച്ച് b% കൂട്ടുന്നത് അറിഞ്ഞിരിക്കണം, a% കുറച്ച് b% കുറയ്ക്കുന്ന അറിഞ്ഞിരിക്കണം. ഇങ്ങനെ 4 വ്യത്യസ്ത പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾ വരാൻ. അപ്പോൾ അത് 4 റിസൾട്ട് പ്രകാരം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് യു ക്യാൻ ആൻസർ. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിലേക്ക് മാറ്റി ഫ്രാക്ഷൻ ഉപയോഗിച്ചും നമുക്കിത് ലളിതമായി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതൊന്ന് സ്പെഷ്യൽ കേസായിട്ട് ഓർത്തു വയ്ക്കുക. ഇൻ എനി കേസ് പ്രോഫിറ്റ് ലോസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെർസെൻറ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു x% കൂട്ടി x% കുറച്ച് കഴിഞ്ഞാൽ x²/100% ലോസ് ആണ്. ഓക്കെ, ഒരു വാച്ചിൻ്റെ വില 10% കൂട്ടി അതിനുശേഷം 10% കുറച്ച് കഴിഞ്ഞാൽ പലരും നോ ചേഞ്ച് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. ഒരിക്കലും അല്ല, അവിടെ 10²/100 1% ലോസ് ആണ്, 1% നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. 1/sin² 65 + cos² 65
പ്ലസ് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര യമണ്ട ക്വസ്റ്റ്യനാണ്, ഇതൊന്നും അടുത്ത കാലത്തൊന്നും ചെയ്തു തീരത്തില്ല എന്നുള്ള ഒരു തോട്ട് വരരുത്. വളരെ ലളിതമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ബേസിക്കലി ഇത് കാണുമ്പോൾ തന്നെ ഒരു റിസൾട്ട് പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തും. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന സാധനം 1 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു റിസൾട്ട് ആയിട്ടുണ്ട് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ്. ഇനി സൈൻ 15 എന്ന് പറയുന്നത് എന്താണെന്ന് ഓർക്കുക. സൈൻ 15 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് 90 മൈനസ് തീറ്റയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് 90 മൈനസ് തീറ്റയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പ്രകാരം സൈൻ 15 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 90 മൈനസ് 15, 90 15 കുറച്ച 75 ബൈ ഓൾറെഡി അവിടെ എന്തുണ്ട്? കോസ് 75 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. കോസ് 65 അവിടെ നിൽക്കട്ടെ. സൈൻ 25നെ കോസ് ഓഫ് 90 മൈനസ് 25, 90 25 കുറച്ചാൽ 65. ഇതെന്താന്ന് അവർ പറയുന്നത്? √3 ടാൻ തീറ്റ ആണെന്നാണ് അവർ ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം 1 ആയി പോയില്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി 1 + 1 + 1 എന്ന് പറയുന്നതാണ് √3 ടാൻ തീറ്റ. അതായത് √3 ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 1 2 1 3. അവിടുന്ന് ടാൻ തീറ്റ നമുക്ക് എന്ത് കിട്ടും? 3 ഡിവൈഡഡ് ബൈ √3. ശരിയാണല്ലോ? 3 ഡിവൈഡഡ് ബൈ √3. വെറും 3നെ നമുക്ക് എങ്ങനെ എഴുതാം? വെറും 3നെ √3 ഇൻറ്റു √3 എന്ന് എഴുതാം. ഇപ്പോൾ ഒരു √3യും √3യും വെട്ടാം, ആൻസർ √3 വരും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3. ടാനിന് ഏത് ആംഗിളാണ് ഉത്തരം √3 വരുന്നതെന്ന് ആലോചിക്കാം. നമുക്കറിയാം ടാൻ 60 ഡിഗ്രിയാണ് √3. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഓർത്തിരുന്ന വളരെ ഉപകാരപ്രദമാണ്. 30 60 90 1:√3:2. ടാൻ 30 ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/√3 വരുന്നത്. ടാൻ 60 ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1 √3 ആൻസർ കിട്ടുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 60 ഡിഗ്രിയാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓപ്ഷൻ സി 60 ഡിഗ്രി. ഓക്കെ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 8ാമത്തെ ചോദ്യം 180 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 3ന്റെ സ്ക്വയർ 9. ഓക്കെ, 9ഉം 8ഉം 17, 17 1ഉം 18. ഇപ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ, അതായത് 180/18 പ്ലസ് 37 20 കുറച്ച് കഴിഞ്ഞാൽ 17. 180/18 എന്ന് പറഞ്ഞാൽ 10. ശരിയാണല്ലോ? 10 + 17 എത്ര വരും? 27 വരും ആൻസർ. ഓപ്ഷൻ എ 27 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ്? ഇതും സ്ഥിരം ആവർത്തിക്കുന്ന ചോദ്യമാണ്. അവസാനത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കുക. നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. 6 4 24, അവസാനത്തെ ഡിജിറ്റ് 4. ഇവിടെ 8 × 4 എന്താണ് വരിക? 3 4 4 8 32, അവസാനത്തെ ഡിജിറ്റ് 2, 24 8, അവസാനത്തെ ഡിജിറ്റ് 8. സോ ഓപ്ഷൻ സി 8 ആണ് ആൻസർ വരും. അവസാനത്തെ ഡിജിറ്റുകൾ ഗുണിച്ച് ആ കിട്ടുന്ന അവസാനത്തെ ഡിജിറ്റ് അടുത്ത അവസാനത്തെ ഡിജിറ്റുമായിട്ട് ഗുണിച്ച് വരുമ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. 8 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ചോദ്യം. ദ സം ഓഫ് 2 നമ്പർ ഈസ് 60. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് 60 ആണ്. ഇപ്പൊ സംഖ്യ നമുക്ക് എക്സും വൈയും ആയിട്ട് എടുത്താൽ എക്സും വൈയും തമ്മിൽ കൂട്ടി കിട്ടിയാൽ നമുക്ക് 60 വരും എന്നറിയാം. അവരുടെ HCFും LCMും 12ഉം 72 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. 2 നമ്പേഴ്സ് എക്സും വൈയും ആണെങ്കിൽ ആ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഈ 2 നമ്പേഴ്സിന്റെ LCMന്റെയും HCFന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്. സോ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും അതേ 2 നമ്പേഴ്സിന്റെ LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റും സെയിം ആയിരിക്കും. ഓക്കെ, സോ അത് പ്രകാരം എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF. LCM എന്ന് പറയുന്നത് 12, HCF എന്ന് പറയുന്നത് 72. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. തൽക്കാലം അത് ഗുണിക്കാൻ പോകണ്ട, മുന്നോട്ട് വായിച്ചു നോക്കാം. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദ 2 നമ്പേഴ്സ്.
ഈ രണ്ട് സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക. രണ്ട് സംഖ്യകളുടെയും റെസിപ്രോക്കൽസിന്റെ സമ്മ് കാണുക. അതായത് 1/x പ്ലസ് 1/y കണ്ടെത്താനാണ് ചോദ്യം. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ട് 60 കൊടുത്തു, ഡിവൈഡഡ് ബൈ എക്സ് വൈ നമ്മുടെ കയ്യിലുണ്ട്, അത് അതേപോലെ തന്നെ കൊടുക്കുക കേട്ടോ. 12 ഇൻറ്റു ഗുണിക്കാൻ പോകേണ്ട തൽക്കാലം 12 ഇൻറ്റു 72, 12ഉം 60ഉം കൂടെ വെട്ടിക്കൂടെ, ഒറ്റ സ്റ്റെപ്പിൽ 5 ആയില്ലേ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എത്ര കിട്ടി? 5 ഡിവൈഡഡ് ബൈ 72. ഇതാണ് അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക അഥവാ സം ഓഫ് റെസിപ്രോക്കൽസ്. സോ 5 ഡിവൈഡഡ് ബൈ 72, ഓപ്ഷൻ എ ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ RRB NTPCക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രാധാന്യാർഹിതമായ ഒരു 10 ചോദ്യങ്ങളാണ്, മാത്തമാറ്റിക്സിൽ നിന്നുള്ള 10 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സി.